مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Respected our today's chief guest, Mr. Suresh Tiruvali sir, respected school manager, Advocate Fasulullah Parambadan sir, dear students, teachers and parents. Assalamu alaikum, good morning everyone. From the very beginning of the academic year, Markazul Uloom Senior Secondary School has been organizing various cultural activities through online modes. All of it imprint the talents of our students even in this outstanding situation. Now we are in the auspicious occasion of the releasing ceremony of the Vistoso 2020 class performance. I am sure that it is the result of the strenuous effort and teamwork of students, teachers and parents. I extend my greetings and regard to all parents for motivating and training their children from the home. The role took part by the Vistoso conveners also praiseworthy and commendable. Above all, the students, the real stars of this occasion, absolutely fully credited for this colorful program. It is my honor to welcome our chief guest, Mr. Suresh Tiruvali sir. He is one of the notable folk singer and cine artist. His folk song and poem recitation has a special fascinating power to captivate our minds. I cordially welcome Mr. Suresh Tiruvali sir to this program. Our respected manager always supporting us. I welcome our respected manager to this program. Let me welcome all teachers, students, parents for watching this video Vistoso 2020. Thank you all. Assalamu alaikum. കാട്ടരുക്കിൻ വേരുകൊണ്ട് കെട്ടിയിട്ടാലും കാട്ടരുവിക്കൂട്ടമോടെ നാം നടന്നില്ലേ. കാട്ടരുക്കിൻ വേരുകൊണ്ട് കെട്ടിയിട്ടാലും കാട്ടരുവിക്കൂട്ടമോടെ നാം നടന്നില്ലേ. ഉള്ളിലുള്ള തീ കെടുത്താനാവുകില്ല പെണ്ണേ, അല്ലലുള്ള മക്കളായി നാം വളർന്നതല്ലേ. ഉള്ളിലുള്ള തീ കെടുത്താനാവുകില്ല പെണ്ണേ, അല്ലലുള്ള മക്കളായി നാം വളർന്നതല്ലേ. നമസ്കാരം, ഞാൻ സുരേഷ് തിരുവാലി, മർക്കസുൽ ഉലൂം കൊണ്ടോട്ടി. ഒരുപക്ഷെ പാഠ്യേതര വിഷയങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളാണ് മർക്കസുൽ ഉലൂം. അവരുടെ ഈ വർഷത്തെ കലാമത്സരങ്ങൾ, ക്ലാസ് പെർഫോമൻസ് മർക്കസ് വിസ്റ്റോസോ എന്ന പേരിൽ കൊണ്ടാടുന്ന വിവരമറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെ കാലത്ത് നമ്മളെല്ലാം നമ്മുടെ വീടുകളിൽ അകപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ മനസ്സുകൊണ്ടൊന്നാവാൻ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ള വലിയ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി അവർ ആഘോഷിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഈ കെട്ടകാലത്ത് ഇതുപോലൊരു പരിപാടി മുന്നോട്ട് വെച്ച മർക്കസുൽ ഉലൂം കൊണ്ടോട്ടി, ഇത് സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ പിന്നിലുള്ള സംഘാടകർ, അവർക്കൊക്കെ ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ നേരുകയാണ്. കല എന്നുള്ളത് അറിവല്ല, തിരിച്ചറിവാണ്. കല്ലിനെ കല്ലായി കാണുന്നത് അറിവാണെങ്കിൽ കല്ലിൽ ഒരു ശില്പമുണ്ട് എന്നറിയുന്നത് തിരിച്ചറിവാണ്. അതാണ് കലാകാരൻ. അങ്ങനെ തിരിച്ചറിവുള്ള കുട്ടികളായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ മർക്കസ് വിസ്റ്റോസോ
വളരെ സ്നേഹപൂർവ്വം എല്ലാവരെയും സാക്ഷി നിർത്തി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ അറിവിനപ്പുറത്ത് തിരിച്ചറിവുള്ളവരായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. Principal, Chief Guest Suresh Tiruvali, Vice Principal, HM, HODs, teachers, parents and my dear students, Assalamu alaikum warahmatullahi wabarakatuh. സ്റ്റുഡൻസിൻ്റെ ടാലൻറ്റ് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി, പ്രകടിപ്പിക്കാൻ വേണ്ടി അവർക്ക് നൽകിയൊരു അവസരമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മളെ സ്കൂൾ ആർട്സിൽ നടക്കാറുണ്ട്. അതുപോലുള്ള സമാനമായുള്ള പരിപാടിയാണിത്. പലപ്പോഴും നമ്മളോട് ടീച്ചേഴ്സും പാരൻസും പല കാര്യങ്ങളും ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ മടി കാണിക്കാറുണ്ട്. പക്ഷേ മടിയാണ് നമ്മളെ കഴിവുകളെ പിന്നോട്ട് വലിക്കുന്ന കാരണം. പലപ്പോഴും നമ്മൾ സംശയമാണ്, നമുക്ക് കഴിയുമോ, ചെയ്താൽ തെറ്റിപ്പോകുമോ എന്ന സംശയമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ചില പേടികളാണ് നമ്മളെ പലപ്പോഴും അതിൽ പിന്തിരിക്കാറുള്ളത്. ഞാൻ കളിയാക്കുമോ എന്നൊക്കെ ചിന്തയൊക്കെയാണ് പലപ്പോഴും നമ്മൾ പിന്നോട്ട് വലിക്കാറുള്ളത്. ആ ലിമിറ്റിംഗ് ബിലീഫ്, ആ പരിമിതമായുള്ള നമ്മളെക്കുറിച്ചൊരു വിശ്വാസമാണ് പലപ്പോഴും നമ്മളെ പലതിനും തടഞ്ഞു നിർത്താറുള്ളത്. പക്ഷെ എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ആ കഴിവുകൾ തിരിച്ചറിയാനുള്ള അവസരമാണിത്. ആ കഴിവുകൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ കഴിവുകൾ ഉയർത്തിയാൽ മാത്രമേ നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, എവറസ്റ്റ് കൂടി കയറാൻ സാധിക്കുകയില്ല, മനുഷ്യർക്ക് അസാധ്യമാണെന്ന വിശ്വാസമാണ് 1953 എഡ്മണ്ട് ഹിലാരി തകർത്തത്. 63 കൊല്ലത്തിന് ശേഷം 3000 പേർ അത് കയറി ഇറങ്ങി. 5000 തവണയാണ് കയറി ഇറങ്ങിയത്. 13കാരൻ കയറി ഇറങ്ങി, 76 വയസ്സുകാരൻ കയറി ഇറങ്ങി. മാത്രമല്ല 2 കണ്ണില്ലാത്ത ആൾ വരെ അത് കയറി ഇറങ്ങിയിട്ടായി. അപ്പോൾ 1953 വരെ സാധ്യമല്ലാത്ത സംഗതി നമുക്ക് സാധ്യമാവുകയുണ്ടായി. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് എയറോഡൈനാമിക് തിയറി പ്രകാരം വിമാനങ്ങൾക്ക് പറക്കുന്ന പോലെ തന്നെ വണ്ടുകൾക്ക് പറക്കാൻ കഴിയുകയില്ല എന്നാണ് ശരിക്കും എയറോഡൈനാമിക് തിയറി പ്രകാരം പറയുന്നത്. കാരണം വണ്ടുകൾക്ക് അത് പറക്കാൻ സാധിക്കുകയില്ല എന്ന് പറയാൻ കാരണം അവരുടെ ശരീരത്തിലെ ആകൃതി പ്രകാരം, അവരുടെ വലിയ ശരീരപ്രകാരവും ചെറിയ വിറകുമാണ് ഉള്ളത്. അതുകൊണ്ട് ആ ഡൈനാമിക് തിയറി പ്രകാരം വണ്ടുകൾ അറിയുകയാണെങ്കിൽ അവർ പറക്കാൻ കഴിയുകയില്ല. പക്ഷേ അത് എന്തുകൊണ്ട് വണ്ടുകൾ പറക്കുന്നു? അവർക്ക് അത് അറിയില്ല എന്നുകൊണ്ട് മാത്രമാണത്. അതുകൊണ്ട് നമുക്ക് അസാധ്യമായ ഒന്നുമില്ല. നമുക്ക് നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നടക്കാൻ സാധിക്കുന്ന കഴിയും. അതുകൊണ്ട് നമുക്ക് ഇത് നല്ല അവസരമാണ്. ഇന്നത്തെ അവസരം ഏറ്റവും നല്ല ഞങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് നമ്മുടെ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കുവാനും, നമ്മുടെ ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ തിരിച്ചറിയുവാനും, ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുവാനും, അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവുകൾ ഏറ്റവും നല്ല ഒരു ഉയർന്ന ലെവലിലെ ഒരു ഭാഗമായി ചരിത്രത്തിലെ മാറ്റാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Assalamu alaikum and very warm greetings to one and all. Respected Principal, Mr. Shaukat Ali Sir, respected Manager, Advocate Fazlul Haq Parambadan Sir, and very respected Chief Guest of the day, Suresh Tiruvali, a famous folk singer and cine artist, dear HMs, teachers, non-teaching staff, parents, and above all the stars of today, our beloved, charming students, my hearty gratitude to all for making this event a grand success. You know, talent is like a flower. You have to tend it if you want something beautiful to be created. Therefore, embrace your talent and pursue it. You won't believe what you can accomplish out of it. Wishing you all the best and success in your life. God bless. Thank you. Dear parents and my dear children, we have a practice to conduct Arts Fest and class performance every year. Really, it is a golden opportunity to perform the aesthetic talents and creative skills of our children. In our school, for staff, usually we are having SCF, Staff Cultural Forum. It is a great experience
and chance to perform the talents of our staff. The arts days and class performance of Marcus really a festival for all staff and students. But now we don't have such a chance yet. With the help of our parents, our children have done colorful items and colorful programs. Now I thank our beloved parents for your great support and cooperation, and also I appreciate all the participants of this class performance day. Thank you, one and all. Hello, my dear children. I'm very happy today to know that Vistoso 2020-21 has given you a platform to showcase your talents. When we enjoy any kind of art, we get some relaxation, happiness, and relief. In this situation, we need that. First of all, let me appreciate all the children, those who have performed here. And I would like to thank all the parents, those who have worked behind it. Thank you once again. Have a nice day. Assalamu alaikum. Myself, Silu Fatima from 8A is here to report headlines. French President Emmanuel Macron tests positive for COVID-19. COVID-19 recovery rate in India is among highest in the world. China welcomes WHO-led trip to investigate COVID. About 5% of the US population has contracted the virus, or close to 17 million people. WHO warns of high risk of virus resurgence in Europe in early 2021. 6.3 magnitude quake hits Philippines. Japan Twitter killer sentenced to death for serial murder. Canada warns allergic people against Pfizer COVID-19 vaccine. One killed as multiple rockets hit Kabul Interior Ministry. Israel-Bhutan establish formal relations. Kabul's deputy governor killed in a blast in Afghanistan. PM Modi to hold virtual summit with Bangladesh counterpart Sheikh Hasina on December 17.
was not allowed to speak, says Rahul Gandhi to Lok Sabha Speaker on the exit from parliamentary panel meet. DMK allies begin hunger strike in support of protesting farmers. ISRO to launch satellite built by private companies on board PSLV C-51. ISRO's communication satellite CMS-01 injected into orbit. India demands early probe into defacing of Mahatma Gandhi's statue in US. Kerala reports 4,969 COVID cases. Test positivity rate declined to 8.17%. Ruling LDF surges ahead by winning big in Kerala. CPM-led LDF has won 7,263 wards in Gram Panchayat, 1,267 wards in Block Panchayat, 212 wards at District Panchayat, 167 in Municipality and 207 wards in Corporation. Rift in Congress led UDF after setback in local body polls. Congress is on terminal decline, says K. Surendran. Thank you, Kerala, says BJP after the election. Thank you, have a nice day. Good morning and welcome to 24K News. I am Fida Farooq from 8B with you. We get you the top 10 headlines of the world and across India. New farm laws have not come overnight, says Narendra Modi. Mullapalli Ramachandran takes complete responsibility for LSD poll debacle admits shortcomings. Devise ways to give COVID medics rotational breaks, Supreme Court to government. Campus front march end up in clashes at Malappuram. Police resort to lathi charge. KSRTC to resume operation of all buses. Supreme Court dismisses UP's appeal against Khan's release. In Bengal, a tug-of-war over Khaki and Khadar. Late wickets give Australia edges on competitive day. India vs Australia first test bowlers led by Ashwin put India in control on day 2. And this is the end of this bulletin. Thank you and have a nice day.
نفانق الهنا بنا هنما غشاها نما به الردى بنا حول بها الشاها فشدد المظالم جنفه شن فشدد المظالم جنفه شن نشى كل الشباب بالغنى نهشا نشى كل الشباب بالغنى نهشا إهوانا نرى أعداء سرى سرى إرهابا مشوا مشوا رهونا مرهنا إلهنا تنجينا أهوالنا تبدينا وطني 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 يا وطني 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 يا نفانق الهنا بنا هنما عشا نما به الردى بنا حول بها الشاها فشدد المظالم جنفه شن نشى كل الشباب بالغين نهشا نشى كل الشباب بالغين نهشا لذا أنت جودا 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 مريعا لما فيه سنى لنا خيرا سريعا دناهر الفراق يا حبي وحيدا لذا جود عشا عشا فعلا جديدا لذا أنت جودا 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 مريعا لما فيه سنى لنا خيرا سريعا دناهر الفراق يا حبي وحيدا لذا جود عشا عشا فعلا جديدا وطني وطني كيف وطني 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 كيف وطني نفانق الهنا بنا هنما عشا نما به الردى بنا حول بها الشاها فشدد المظالم جنفه شن نشى كل الشباب بالغنى نهشا نشى كل الشباب بالغنى نهشا نفانق الهنا بنا هنما عشا نما به الردى بنا حول بها الشاها فشدد المظالم جنفه شن فشدد المظالم جنفه شن نشى كل الشباب بالغنى نهشا نشى كل الشباب بالغنى نهشا شكرا. I'm Fatima Raya from 8th A and I am here with a mono act. നമസ്കാരം. നമ്മുടെ ചുറ്റും കോവിഡ് രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ അജ്ഞത, അശ്രദ്ധ, അമിതമായ ആത്മവിശ്വാസം ഇവയൊക്കെയാണ് രോഗത്തിന്റെ വ്യാപ്തി ഇത്രയുമധികം വർദ്ധിപ്പിച്ചത്. ഇത്തരമൊരു സാഹചര്യമാണ് എൻ്റെ കൊച്ചു മോണാക്റ്റിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തോമസേ, നമ്മുടെ രമേശണ്ണൻ ഗൾഫിൽ നിന്ന് വന്നടാ. ആഹാ, അപ്പൊ കാര്യമായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്ന് കാണുമല്ലോ. ഓ, പെട്ടെന്നുള്ള വരവല്ലേ? ഏയ്, അങ്ങനെ കൊണ്ടുവരാതൊന്നും ഇരിക്കില്ല. അവൻ നമ്മളെ മറക്കുവോ? പിന്നെ 28 ദിവസം ക്വാറന്റൈനിലാ അവൻ. ശേ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. അവനെ ഇപ്പൊ തന്നെ വിളിക്കാൻ പോവാം. രമേശ, തോമസാടാ, ഞങ്ങളെ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാൻ പോവാ. ഏയ്, ഇങ്ങോട്ടൊന്നും വരണ്ട. 28 ദിവസം ക്വാറന്റൈനിലാണ് ഞാൻ. അതിന് നിനക്ക് കൊറോണയൊന്നും ഇല്ലല്ലോ. അത് ശരിയാവില്ല. ഇവിടെ ആരോഗ്യപ്രവർത്തകരുടെയും പോലീസുകാരുടെയും ഒക്കെ ചെക്കിങ് ഏത് സമയമുണ്ട്. ഷടാ, എന്നാ നീ ഒരു കാര്യം ചെയ്യേ, ഒരെണ്ണം എടുത്ത് ആ പറമ്പിൽ വെക്കുക. ഞങ്ങൾ വന്ന് എടുത്തോളാം. ശരിടാ. ഡാ സണ്ണിച്ച, ഇത് നമുക്കൊന്ന് കൂടാം. നീ ആ സതീഷിനെയും സുധാകരനെയും കൂട്ടി ഇങ്ങ് പോരെ. ഡാ തോമസേ, നമ്മുടെ സതീഷിനെ കാണാനില്ലല്ലോ. നീ ഒന്ന് വിളിച്ചു നോക്കവനെ. ഓ, വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വലിയൊരു മാസ്ക് വെച്ചതേ വരുന്നുണ്ട്. എൻ്റെ പൊന്ന് സതീഷ, നിനക്ക് ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോഴെങ്കിലും ആ മാസ്ക് ഒന്ന് ഊരി വെച്ചൂടെ? ഞങ്ങൾക്ക് കൊറോണയൊന്നും ഇല്ല. സുഹൃത്തുക്കളെ, നമ്മൾ ഈ ചെയ്യുന്നത് തന്നെ തെറ്റാണ്. പിന്നെ മാസ്ക് വെക്കുന്നതും സാമൂഹ്യ അകലം പാലിക്കുന്നതുമൊക്കെ നല്ല കാര്യമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. ഓ തോമസ്, നീ അവനോട് സംസാരിച്ച് നിൽക്കാതെ വേഗം ഒഴിക്കാൻ നോക്ക്. ആ, ഒരു കലാപരിപാടി. നിങ്ങളും ഇത്തിരി പുരട്ടിക്കോ. ഒന്ന് പോടാ. നിങ്ങൾ ഈ കൈ പുരട്ടുന്നതൊക്കെ ആൽക്കഹോളാ.
ഒരു കാര്യമില്ല. ദേ ഇതൊരെണ്ണം അങ്ങ് പിടിപ്പിച്ച നമ്മുടെ ലങ്സ് തന്നെ അങ്ങ് ക്ലീൻ ആകും. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് ഇടുക്കി ജില്ലയിൽ ആദ്യമായി ഒരു കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തു. തൊടുപുഴയിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഗൾഫിൽ നിന്നെത്തിയ 45-കാരനാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇദ്ദേഹത്തിന് ആരുമായി സമ്പർക്കമില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും DMO അറിയിച്ചു. പിന്നീട് 10 ദിവസങ്ങൾക്ക് ശേഷം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് ഇടുക്കി ജില്ലയിൽ 4 കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 4ഉം തൊടുപുഴയിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഇവരുടെ ഉറവിടം ആദ്യം അറിവില്ലായിരുന്നു. എന്നാൽ പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ഇവർ കഴിഞ്ഞ ആഴ്ച കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്ത ആളുമായി ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളവരാണെന്ന്. അദ്ദേഹം നൽകിയ മദ്യക്കുപ്പിയിൽ നിന്ന് മദ്യം കഴിച്ചവർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. 5 പേരാണ് മദ്യം കഴിച്ചത്. അതിൽ 4 പേർക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്തു. 4 പേരുടെയും കുടുംബാംഗങ്ങളടക്കം 100ഓളം പേർ ക്വാറന്റൈനിലായി. ഈ പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണായി ഇടുക്കി ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കുകയും ചെയ്തു. നന്ദി. Assalamu alaikum. My name is Fatima Zia of class 8A. Assalamualaikum. My name is Aslaha Shamsuddin, class 8A.
Thank you. I'm Fatima Raya from 8th A and I am here with the Arabic song. رقت عيناي شوقا ولتيبة ذرفت عشقا فعديت إلى حبيبي فاحتن يا قلب ورفقا صلي على محمد السلام عليك يا رسول الله السلام عليك حبيبي يا نبي الله السلام عليك يا رسول الله السلام عليك حبيبي يا نبي الله يا رسول الله قلب بالحق تعلق وبخاره لا تعلق يبقي يسأل خالقه فأتاه الوحي فأشرق اقرأ اقرأ يا محمد السلام عليك يا رسول الله السلام عليك حبيبي يا نبي الله السلام عليك يا رسول الله